അമിതവണ്ണമുള്ളവർ അത് കുറയ്ക്കുന്നതിനായി തുടർച്ചയായി വ്യായാമവും ഡയറ്റും ചെയ്യുന്നവരാണ്. എന്നാൽ പലപ്പോഴും ശരീരഭാരം കുറയാതെ അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൊഴുപ്പ് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴും ശരീരം എങ്ങനെയാണ് വീണ്ടും കൊഴുപ്പ് സംഭരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇതിനുള്ള മറുപടിയുമായി വന്നിരിക്കുകയാണ് വിദഗ്ധർ. ശരീരഭാരം കുറയ്ക്കുന്നതിനും വ്യായാമവും ഭക്ഷണക്രമവും സംബന്ധിച്ചതുമായ പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. വിദഗ്ധർ പറയുന്നത് ശരീരം കൊഴുപ്പ് കുറയ്ക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നതിന് ചില ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുമെന്നാണ്. ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങളെന്ന് നമുക്ക് നോക്കാം. ഭക്ഷണത്തിന് ശേഷമുള്ള അലസതയാണ് ആദ്യത്തേത്. കാലറി ഉപയോഗം കുറയ്ക്കുമ്പോഴും ഭക്ഷണത്തിന് ശേഷം ഒരു തരം മന്ദത അനുഭവപ്പെടാറില്ലേ? ഭക്ഷണത്തിന് ശേഷമുള്ള ഈ തളർച്ച നിങ്ങളെ അലസതയിലേക്ക് തള്ളിവിടുകയും ഊർജം കുറയ്ക്കുകയും ചെയ്യും. ഇത് ശരീരം ഇൻസുലിൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നതും കൊഴുപ്പ് നിലനിർത്തുന്നതുമായി ബന്ധിപ്പിക്കുന്നു. പ്രത്യേകിച്ചും ഭക്ഷണക്രമത്തിൽ കാർബോഹൈഡ്രേറ്റുകൾ കൂടുതലാണെങ്കിലോ ആവശ്യത്തിലധികം പ്രോട്ടീൻ കൂടുതലാണെങ്കിലോ കൊഴുപ്പ് കൂടാനും സാധ്യതയുണ്ട്. ഈ കൊഴുപ്പ് മൂലം അരക്കെട്ടിന്റെ ചുറ്റും വണ്ണം വയ്ക്കുകയും വസ്ത്രങ്ങൾ ഇറുകിയതായി അനുഭവപ്പെടുകയും ചെയ്യാം. ഇതിന് പരിഹാരമായി വിദഗ്ധർ പറയുന്നത് ചിട്ടയായ ഭക്ഷണക്രമമാണ്. ദഹനം എളുപ്പമാക്കുന്നതിന് വ്യായാമത്തിന് 3 മുതൽ 5 മണിക്കൂർ മുൻപ് ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ്. വ്യായാമത്തിന് മുൻപ് ഒരു ലഘു ഭക്ഷണം കഴിക്കുന്നത് ഊർജം ലഭിക്കുന്നതിനും ഒരു പ്രശ്നവുമില്ലാതെ വ്യായാമം പൂർത്തിയാക്കുന്നതിനും സഹായിക്കും. ഇതിന് സമീകൃത ആഹാരം ശീലമാക്കുന്നതാണ് നല്ലത്. ഉദാഹരണത്തിന് ഓട്സ് വേവിച്ച് തണുത്ത ശേഷം വാഴപ്പഴം അരിഞ്ഞ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ വേവിച്ച മുട്ടയും അവോക്കാഡോയും ബ്രെഡും കൂട്ടി കഴിക്കുകയോ ചെയ്യാം. കൂടാതെ വ്യായാമത്തിന് മുൻപായി ആരോഗ്യകരമായ ഒരു ഷേക്ക് കഴിക്കുന്നതാണ് നല്ലത്. അതിന് വിദഗ്ധർ ശുപാർശ ചെയ്യുന്നത് പോലെ വാഴപ്പഴം, ബദാം പാൽ, ഒരു സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ എന്നിവ ചേർത്ത് കുടിക്കുക. സജീവവും ഊർജ്ജസ്വലവുമായിരിക്കാൻ ഇത് സഹായിക്കും. മേൽപ്പറഞ്ഞ ഭക്ഷണക്രമം പോലെ തന്നെ പ്രധാനമാണ് ശരിയായ വ്യായാമവുമെന്നും വിദഗ്ധർ കൂട്ടിച്ചേർക്കുന്നുണ്ട്.